തൃശൂർ വെള്ളാനിക്കരയിൽ സെക്യൂരിറ്റി ജീവനക്കാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന വാർത്ത. 2 സെക്യൂരിറ്റി ജീവനക്കാരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അരവിന്ദാക്ഷൻ, ആന്റണി എന്നിവരാണ് മരിച്ചത്. ആന്റണിയെ കൊലപ്പെടുത്തിയ ശേഷം അരവിന്ദാക്ഷൻ ജീവനൊടുക്കി എന്നാണ് പ്രാഥമികമായ നിഗമനം. വിഷക്കുപ്പി കണ്ടെടുത്തു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നു. അശ്വിൻ പാലാഴി കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. അശ്വിൻ, യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ ഒരു കൊലപാതകം നടന്നു എന്നാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? എസ്കെൻ, പ്രാഥമിക നിഗമനത്തിൽ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ ആന്റണിയുടെ ബാങ്കിന് പുറത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്ന ആന്റണിയുടെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. മുഖത്ത് നിന്ന് രക്തം വാർന്ന നിലയിലാണ് ബോഡി കണ്ടെത്തിയിരിക്കുന്നത്. അതിന് പിന്നിലായി ഈ കെട്ടിടത്തിന്, ഇപ്പോൾ കാണുന്ന കെട്ടിടത്തിന് പിന്നിലായാണ് മറ്റൊരു ജീവനക്കാരനെ അരവിന്ദാക്ഷൻ്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അരവിന്ദാക്ഷൻ്റെ മൃതദേഹത്തിന് സമീപത്ത് നിന്ന് വിഷക്കുപ്പിയും കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ തമ്മിൽ ജോലി സ്ഥിരത സംബന്ധിച്ചൊരു തർക്കം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ആന്റണി ജോലിക്കെത്തിയിട്ട് 4 മാസം മാത്രമേ ആയിട്ടുള്ളൂ. അതിന് അരവിന്ദാക്ഷൻ വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്ന ആളുമാണ്. ഇവർ തമ്മിൽ ഈ ജോലി സ്ഥിരപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കഴിഞ്ഞ മാസങ്ങളിൽ നിലനിന്നിരുന്നു. അത് പരിഹരിക്കപ്പെടുകയും ചെയ്തതാണ് എന്നുള്ളതാണ് ബാങ്ക് അധികൃതരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ എന്താണ് ഇങ്ങനെയൊരു സംഭവത്തിലേക്ക് കടക്കാൻ കാരണം എന്നുള്ള കാര്യത്തിലൊരു ധാരണയായിട്ടില്ല. പോലീസ് പ്രാഥമിക പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. ബാങ്ക് അധികൃതരെ മൊഴിയെടുക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുമുണ്ട്. എന്നാലും ഈ പരിസരം പൂർണ്ണമായും പോലീസ് ബന്ദോബസ്തിലാക്കിയിട്ടുണ്ട്. അകത്തേക്ക് കടക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. എന്നാലും ഒരു കൊലപാതകത്തിന് ശേഷമുള്ള ആത്മഹത്യ എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് പ്രാഥമികമായി തന്നെ എത്തിയിരിക്കുന്നത്. വിശദമായ പരിശോധന ഫോറൻസിക് സംഘമടക്കം എത്തിയ ശേഷം മാത്രമേ നടക്കുകയുള്ളൂ. എങ്ങനെയാണ് കൊലപാതകം ഉണ്ടായത്, ഇതിനു മുമ്പ് ഇവർ തമ്മിൽ സംഘർഷം ഏതെങ്കിലും തരത്തിലുണ്ടായിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിച്ച് വരികയാണ്. കുന്നംകുളം ACP അടക്കമുള്ള പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ കമ്മീഷണറടക്കം, തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണറടക്കം ഇവിടേക്ക് എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരു സംഭവത്തിലൊരു അന്തിമ ധാരണ വേണമെങ്കിൽ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ ബാങ്ക് അധികൃതരിൽ നിന്നൊപ്പം ഫോറൻസിക് പരിശോധനയിൽ നിന്നൊക്കെ കിട്ടിയ ശേഷം മാത്രമേ ഒരു അന്തിമ ധാരണ എന്താണ് നടന്നത്, ഈ മരണത്തിന്, രണ്ടുപേരുടെയും മരണത്തിനിടയാക്കിയ കാരണം എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ. എസ്കെ. ഓക്കെ അശ്വിൻ പാലാഴി, കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുക. എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നു അതൊക്കെ നമുക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യുക.